Welcome to RK's Stories. ലവ് ഇൻ ഗോവ എ നൈറ്റി ലവ് സ്റ്റോറി ഭാഗം 26. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ബേരിയയുടെ ബംഗ്ലാവിലെ പൂജാമുറിയിൽ മുത്തച്ഛന്റെ മുന്നിലിരിക്കുകയാണ് ബേരിയയും സഗായിയും. എന്താണ് മുത്തച്ഛൻ എത്രയ്ക്ക് ആലോചിക്കുന്നത്? ഏതെങ്കിലും പ്രശ്നമുണ്ടോ? മുന്നിലെ തളികയിലുള്ള മഷിക്കൂട്ടിലേക്ക് നോക്കി ചിന്താനിമഗ്നനായിരിക്കുന്ന മുത്തച്ഛനോട് ബേരിയ ചോദിച്ചു. ഒന്ന് മൂളിയതിനു ശേഷം തല ഉയർത്തി അവരെ നോക്കിയ മുത്തച്ഛന്റെ മുഖത്ത് വല്ലാത്തൊരു ആശങ്ക നിറഞ്ഞിരുന്നു. എന്താ മുത്തച്ഛനെ വിഷമിപ്പിക്കുന്ന പ്രശ്നം? പറയ്. സഗായി മുത്തച്ഛന്റെ കൈകൾ കയ്യിലേക്കെടുത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. മക്കളെ, നമ്മൾ കാത്തിരിക്കുന്ന സമയം അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഭുജങ്കന്റെ പുനർജന്മമായ യുവാവ് നാഗമാണിക്യം വീണ്ടെടുക്കാൻ ശ്രമിക്കും. അവന്റെ കൂടെ ദേവാംഗിയുടെ പുനർജന്മമായ ആ പെൺകുട്ടിയും ഉണ്ടാകും. മുത്തച്ഛൻ പറഞ്ഞത് കേട്ട് സഗായിയും ബേരിയയും പരസ്പരം നോക്കി. കോട്ടയിലെ ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന നാഗമാണിക്യം കൈക്കലാക്കി അവർ പുറത്തെത്തുമ്പോൾ അവരെ നേരിടാൻ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അവരെ യുദ്ധത്തിൽ വധിച്ച് ആ നാഗമാണിക്യങ്ങൾ നിങ്ങൾ സ്വന്തമാക്കണം. മുത്തച്ഛൻ പറഞ്ഞു നിർത്തി. നാഗമാണിക്യങ്ങളോ? അപ്പോ ഒന്നിൽ കൂടുതൽ നാഗമാണിക്യങ്ങളുണ്ടോ? ബേരിയ തന്റെ സംശയം പ്രകടിപ്പിച്ചു. ഉണ്ട്. ഭൂമിക്കടിയിലെ നാഗമാണിക്യം അവൻ സ്വന്തമാക്കുന്ന നിമിഷം ആ കന്യകയുടെ തറവാട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ദേവാംഗിയുടെ മാണിക്യവും ആ കന്യകയുടെ ശരീരത്തിലേക്ക് ലയിച്ചു ചേരും. അവരെ വധിച്ചാൽ ആ നാഗമാണിക്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാകും. അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അജയേരായിരിക്കും. പക്ഷെ അതിന് ഒരു തടസ്സം ഞാൻ കാണുന്നു. എന്താണത് മുത്തച്ഛ? എന്ത് തന്നെയായാലും ഞങ്ങൾ ഇരുവരും ചേർന്നാൽ അതൊന്നും ഒരു പ്രശ്നമാകില്ല. സഗായി ആത്മവിശ്വാസത്തോടെ ബേരിയയുടെ കൈകൾ കോർത്തുകൊണ്ട് പറഞ്ഞു. നീ വിചാരിക്കും പോലെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല സഗ. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അന്യഗ്രഹ ജീവികൾക്ക് ആ മാണിക്യം നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ലേ മുത്തച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? അതെ സഗായി. പക്ഷെ നാഗമാണിക്യം സ്വന്തമാക്കി പുറത്തു വരുന്ന അവരെ നേരിടാൻ നിങ്ങളെ പോലെ തന്നെ മറ്റു രണ്ടുപേരും ഉണ്ടാകും. ആ അന്യഗ്രഹ ജീവികളുടെ സഹായത്തോടെ അമാനുഷിക ശക്തികൾ നേടിയിട്ടുള്ള രണ്ടു മനുഷ്യർ. അങ്ങനെയാണെങ്കിൽ ആ ഭുജങ്ങിനെ വധിക്കുവാൻ നമുക്കത് സഹായമാവുകയില്ലേ? ബേരിയ ചോദിച്ചു. ഒരിക്കലുമില്ല ബേരിയ. നിനക്ക് പകരം അവരാണ് അവനെ വധിക്കുന്നതെങ്കിൽ ആ നാഗമാണിക്യങ്ങൾ പിന്നെ അവർക്ക് സ്വന്തമാകും. മാത്രമല്ല, ഭുജങ്കൻ എന്ന യുവാവിനെ വധിക്കുക എന്ന നിന്റെ ജന്മലക്ഷ്യം തന്നെ നടക്കാതെയും പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് അവനെ വധിക്കുവാൻ സാധിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഭുജങ്കനെ നേരിടുന്ന സമയത്ത് സഗായി ആ രണ്ടുപേരെയും തടുത്തു നിർത്തട്ടെ. സഗായിയെ നോക്കിയിട്ട് ബേരിയ പറഞ്ഞു. അത് ഞാൻ ഏറ്റു. സഗായി സമ്മതത്തോടെ തലകുലുക്കി. മുത്തച്ഛൻ പക്ഷെ അവരെ നോക്കി നിഷേധാർത്ഥത്തിൽ വിലങ്ങനെ തലയാട്ടുകയാണ് ചെയ്തത്. എന്താ മുത്തച്ഛ? മക്കളെ, നിങ്ങൾ വിചാരിക്കുന്നത്ര നിസ്സാരനല്ല ഭുജങ്കൻ. ശേഷനാഗത്തിന്റെ സഹോദരസ്ഥാനീയനായ 5 തലയുള്ള വിശേഷ നാഗത്തിന്റെ അംശാവതാരമാണ് ഭുജങ്കൻ. അവനെ പരാജയപ്പെടുത്താൻ നിനക്ക് സാധിച്ചാൽ പോലും വധിക്കുവാൻ അത്ര എളുപ്പമല്ല. അതിനും ഒരു മാർഗം ഉണ്ടാകില്ലേ? സഗായി പ്രതീക്ഷയോടെ മുത്തച്ഛനെ നോക്കി ചോദിച്ചു. തീർച്ചയായും ഉണ്ട്. പക്ഷെ അതിനുള്ള മാർഗം അവനെ വധിക്കുവാൻ വരുന്ന ആ രണ്ടുപേരുടെ കയ്യിലാണുള്ളത്. എന്താണത്? മാരക ശക്തിയുള്ള 5 അസ്ത്രങ്ങൾ. അസ്ത്രങ്ങളോ? അതേ ബേരിയ, അസ്ത്രങ്ങൾ. അത് ആ അന്യഗ്രഹ ജീവികളുടെ ഗ്രഹത്തിൽ നിന്നുള്ള ഏതോ പ്രത്യേകതരം ലോഹത്താൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ ശ്രീ പരമേശ്വരൻ അർജുനന് നൽകി എന്ന് പറയപ്പെടുന്ന പാശുപതാസ്ത്രത്തെക്കാൾ ശക്തിയേറിയത്. ആ 5 അസ്ത്രങ്ങളും അവന്റെ ശിരസിൽ തന്നെ തറച്ചെങ്കിൽ മാത്രമേ നാഗമാണിക്യത്തിന്റെ ശക്തി അലിഞ്ഞു ചേർന്ന് അവനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ അസ്ത്രങ്ങൾ നിങ്ങൾ അവരിൽ നിന്നും സ്വന്തമാക്കേണ്ടി വരും. അതായത് ഞങ്ങൾ ഭുജങ്കിനെയും ദേവാംഗിയെയും മാത്രമല്ല, ആ രണ്ടുപേരെയും കൂടി ഒരേ സമയം നേരിടേണ്ടി വരും, അല്ലേ മുത്തച്ഛ? അതെ. അതുകൂടാതെ ഭുജങ്കന്റെയും ദേവാംഗിയുടെയും സഹായത്തിന്
ഞാൻ പറയാറുള്ള ആ രുദ്രകുമാരനും കുമാരിമാരും എത്തുവാനും സാധ്യതയുണ്ട്. പക്ഷെ അവരെ തടഞ്ഞു നിർത്തുവാൻ ആ അന്യഗ്രഹ ജീവികൾ അവിടെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവര് ഞങ്ങൾക്കൊരു തടസ്സമാകില്ലല്ലോ? ഇല്ല ബേരിയ, പക്ഷേ അവരെ അധിക സമയം തടഞ്ഞു നിർത്തുവാൻ ആ അന്യഗ്രഹ ജീവികൾക്ക് കഴിയുകയില്ല. അതിനുള്ളിൽ നിങ്ങൾ ലക്ഷ്യം നിറവേറ്റിയിരിക്കണം. ആര് വേണമെങ്കിലും വന്നോളട്ടെ മുത്തച്ഛ, ഞങ്ങൾ തയ്യാറാ, അല്ലേ പേരിയ? സഗായി ആത്മവിശ്വാസത്തോടെ അവനെ നോക്കി ചോദിച്ചു. അതെ സഗ. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈ നീട്ടി. കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് അവർ മുത്തച്ഛനെ നോക്കി. ശരി, എങ്കിൽ പോയി തയ്യാറെടുത്തുകൊള്ളൂ. ഇന്ന് സന്ധ്യാസമയത്തെ പൂജയ്ക്ക് ശേഷം നിങ്ങൾക്കുള്ള ദിവ്യമായ ആയുധങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും. വിജയീ ഭവ. എഴുന്നേറ്റ് തൊഴുതു നിന്ന് അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നേരത്തെ തീരുമാനിച്ചിരുന്നത് പോലെ രാത്രി ഏകദേശം 1 മണിയോടുകൂടി ഞങ്ങൾ എല്ലാവരും കോട്ടയുടെ താഴെയുള്ള അമ്പലത്തിലായിട്ട് എത്തിച്ചേർന്നു. പൂജകളെല്ലാം കഴിഞ്ഞ് ആളും ആരവും ഇല്ലാതെ അമ്പലവും പരിസരവും നിശബ്ദമായിരുന്നു. അമാവാസി ദിവസത്തെ കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ടിൽ, മഴയ്ക്ക് മുന്നോടിയായി ഇടയ്ക്ക് ആകാശത്തിൽ വെള്ളിച്ചാല് കീറുന്ന മിന്നലുകളുടെ വെളിച്ചത്തിൽ അമ്പലത്തിന് മുന്നിലും മുകളിലേക്കുള്ള പടികളിലും കെട്ടിയിരുന്ന പൂമാലകൾ കാറ്റിൽ ആടി ഉലയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിരുന്നതുപോലെ ഇടയ്ക്ക് വീശുന്ന കാറ്റിൽ പറക്കുന്ന പൊടിപടലങ്ങളെ വകവയ്ക്കാതെ കോട്ടയിലേക്കുള്ള പടികൾക്ക് താഴെ എത്തിയ ഞങ്ങൾ മുകളിലേക്ക് നോക്കി. അന്തരീക്ഷത്തിൽ ഇടയ്ക്ക് പായുന്ന ഇടിമിന്നലുകളുടെ വെളിച്ചത്തിൽ മുകളിൽ വടിയും കുത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരാൾ രൂപം. പരിസരം വിറപ്പിക്കുന്ന വിധത്തിൽ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങിയ മിന്നലിനോടൊപ്പം വെട്ടിയ ഇടിയിൽ ഞങ്ങൾ വ്യക്തമായി കണ്ടു. കാറ്റത്ത് പാറിപ്പറക്കുന്ന വെളുത്ത വസ്ത്രവും കുത്തിപ്പിടിച്ച മുളവടിയുമായി മുകളിൽ നിൽക്കുന്നത് ടീച്ചറമ്മയായിരുന്നു. സൂക്ഷിച്ചു പടവുകൾ കയറി മുകളിലെത്തിയ ഞങ്ങളോട് പുറകെ വരാൻ പറഞ്ഞിട്ട് ടീച്ചറമ്മ ആ കോട്ടയുടെ അകത്തേക്ക് നടന്നു. തുരങ്കത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് മാപ്പിൽ രേഖപ്പെടുത്തിയിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ നിന്നു. അവിടെ മണ്ണ് മാറ്റുവാനുള്ള പിക്കാസും മൺവെട്ടികളുമെല്ലാം ഒരു വശത്തായി കിടപ്പുണ്ടായിരുന്നു. വൈകാതെ നിങ്ങൾ ഇവിടെയുള്ള മണ്ണ് മാറ്റുവാൻ തുടങ്ങിക്കൊള്ളുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആരുഷും ഗംഗയും ആ തുരങ്കത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പഴയതുപോലെ തുരങ്കം അടച്ച് അതിനു മുകളിൽ മണ്ണിട്ട് മൂടണം. അതെന്തിനാ ടീച്ചറമ്മേ? അസി സംശയത്തോടെ നെറ്റി ചുളിച്ചു. നാളെ ഇതുവഴി വരുന്ന ആരും ഇവിടെ കുഴിച്ച വിവരം അറിയരുത്. ടീച്ചറമ്മ അസിയെ നോക്കി പറഞ്ഞു. ഇവരാ മാണിക്യം എടുത്ത് പുറത്തു വന്നതിന് ശേഷം മുടിയാ പോരെ? അസി ഞങ്ങളെ നോക്കി വീണ്ടും സംശയത്തോടെ ചോദിച്ചു. പോരാ, ഒന്നാമത് മാണിക്യം എടുത്തതിനു ശേഷം അവർ തിരികെ ഇതുവഴി ആയിരിക്കില്ല വരുന്നത്. അങ്ങ് ദൂരെയുള്ള ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കൂടിയായിരിക്കും അവർ പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, അവരകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരും തിരികെ ഹോട്ടലിലേക്ക് പോയിക്കൊള്ളണം. കാരണം മാണിക്യം കൈവശപ്പെടുത്തി തിരികെ പുറത്തേക്ക് ഇറങ്ങുന്ന ഇവർ സാധാരണ മനുഷ്യരായിരിക്കുകയില്ല. ഇവരെ കാത്തിരിക്കുന്നതും അസാധാരണമായ കാര്യങ്ങളായിരിക്കും. അതൊക്കെ നേരിടുവാൻ സാധാരണ മനുഷ്യരായ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് തുരങ്കം കണ്ടുപിടിച്ച് ഇവർ അകത്തേക്ക് കയറുന്നതോടെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളണം. ഏയ്, അത് ശരിയാകില്ല. ഇവരൊരാപത്തും വരാതെ പുറത്തെത്തിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പാക്കണം. ഓപ്പ് ടീച്ചറമ്മ പറഞ്ഞതിനോട് യോജിക്കാതെ എതിർത്തു. സനു, നീ പറയുന്നത് കേൾക്ക്. ടീച്ചറമ്മ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, കേട്ടല്ലോ. ഗംഗയുടെ വാക്കുകൾക്ക് മുന്നിൽ ഓപ്പിന് പിന്നെ മറുപടി ഉണ്ടായിരുന്നില്ല. പിക്കാസും മൺവെട്ടികളും എടുത്ത് ഞങ്ങൾ അവിടെയുള്ള മണ്ണ് മാറ്റാൻ തുടങ്ങി. ഏകദേശം ഒരു 3 അടിയോളം താഴേക്ക് കുഴിച്ചു കഴിഞ്ഞപ്പോൾ സനുവിന്റെ കയ്യിലിരുന്ന പിക്കാസ് എന്തിനോ ചെന്ന് തട്ടുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. പിക്കാസും മൺവെട്ടിയും മാറ്റി വെച്ചിട്ട് കൈകൾ കൊണ്ട് ഞങ്ങൾ ശ്രദ്ധയോടെ അവിടുത്തെ മണ്ണ് മാറ്റാൻ തുടങ്ങി. കുറച്ച് മണ്ണ് കൈകൊണ്ട് മാറ്റിയപ്പോഴേക്കും വൃത്താകൃതിയിലുള്ള ഒരു ഇരുമ്പിന്റെ അടപ്പ് പോലത്തെ ഭാഗം കണ്ടു തുടങ്ങി. അതിനു ചുറ്റുമുണ്ടായിരുന്ന മണ്ണ് ഞങ്ങൾ ശ്രദ്ധയോടെ മാറ്റി. ഏകദേശം 2 അടിയോളം വ്യാസത്തിൽ ഇരുമ്പിന്റെ ഒരു മൂടി. അതിന് നടുവിൽ മുകളിലേക്ക് വലിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു കൊളുത്തുമുണ്ട്. ഞങ്ങൾ ആ കൊളുത്തിൽ പിടിച്ച് മുകളിലേക്ക് വലിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അനങ്ങിയില്ല. ദാ ഈ കയർ ആ മൂടിയുടെ കൊളുത്തിലേക്ക് ഇട്ടിട്ട് കുഴിയുടെ പുറത്തു നിന്നും നിങ്ങൾ 5 പേരും കൂടി ഒരുമിച്ച് വലിച്ചു നോക്കൂ. തന്റെ ബാണ്ടക്കെട്ടിൽ നിന്നും കട്ടിയുള്ള ഒരു കയർ പുറത്തേക്ക് എടുത്തു തന്നിട്ട് ടീച്ചറമ്മ പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ ആ കൊളുത്തിൽ കൂടി കയർ കോർത്തിട്ട് കുഴിയുടെ മുകളിൽ നിന്നും ഞങ്ങൾ ആ ഇരുമ്പ് മൂടി മുകളിലേക്ക് വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. സർവശക്തിയും എടുത്ത് വലിച്ചപ്പോ ഇരുമ്പുകൾ തമ്മിൽ ഉരയുന്ന ശബ്ദത്തോടെ സാവധാനം ആ മൂടി മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ വലിച്ചുയർത്തി ആ മൂടി ഞങ്ങൾ കുഴിയുടെ ഒരു വശത്തേക്ക് വലിച്ചു മാറ്റി. മൂടി മാറ്റിയപ്പോൾ കുഴിയുടെ അകത്തേക്ക് വീണ ചെറു കല്ലുകളും മണ്ണും
താഴെ വെള്ളത്തിൽ പോയി വീഴുന്ന ശബ്ദം ഒരു എക്കോ പോലെ ഞങ്ങൾ മുഴങ്ങി കേട്ടു. എടാ, ആരും താഴെ വെള്ളം തോന്നുന്നുണ്ട്, നീ ശബ്ദം കിട്ടില്ലേ? മൊബൈലിന്റെ ടോർച്ച് തെളിച്ച് കുഴിയുടെ അകത്തേക്ക് നോക്കിയിട്ട് അസി പറഞ്ഞു. മൂടി തുറന്നു മാറ്റിയ തുരങ്കത്തിന്റെ ഒരു വശത്തായി കല്ലുകൊണ്ട് നിർമ്മിച്ച പടികൾ ഞങ്ങൾ കണ്ടു. ഇരുട്ട് കാരണം അതിന്റെ താഴോട്ടുള്ള 6 or 7 പടികൾ മാത്രമേ ഞങ്ങൾക്ക് കാണുവാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഗംഗ, നീ തയ്യാറല്ലേ? ഞാൻ ഗംഗയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. തീർച്ചയായും. അവൾ ആ തുരങ്കത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെന്ന പോലെ തലയാട്ടി. ഡാ, ഇതിന്റെ അകത്തേ ഓക്സിജൻ ഉണ്ടാവൂടാ? അസി മുട്ടുകാലിൽ നിന്ന് വീണ്ടും ആ തുരങ്കത്തിനകത്തേക്ക് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. പേടിക്കണ്ട, ഈ തുരങ്കം പണ്ട് പണി കഴിപ്പിച്ചിരിക്കുന്നതേ അതിനകത്ത് വായുസഞ്ചാരം ഉണ്ടാകും വിധത്തിൽ തന്നെയാണ്. ടീച്ചറമ്മ പറഞ്ഞത് കേട്ട് അസി തല ഉയർത്തി അവരെ നോക്കി. എന്തായാലും നീ ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ കയ്യിൽ വെച്ചോ. ഇതിലെ ടോർച്ചുകളെല്ലാം ഉപയോഗിച്ചാൽ തുരങ്കത്തിനകം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമല്ലോ. സാനു പോക്കറ്റിൽ നിന്നും തന്റെ മൊബൈൽ എടുത്തുകൊണ്ട് പറഞ്ഞു. ഏയ്, അതാവശ്യമില്ലടാ. തൽക്കാലം ഞങ്ങളുടെ കയ്യിലുള്ള 2 മൊബൈലുകൾ മതി. പിന്നെ ഞാൻ ഇന്ന് കാലത്ത് ടൗണിൽ പോയി വാങ്ങിയ ലൈറ്റ് സ്റ്റിക്കുകളും മതിയാകും. പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ലൈറ്റ് സ്റ്റിക്കുകൾ അവിടെ തന്നെ ഇല്ലേ എന്ന് ഒന്നുകൂടി പരിശോധിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഓക്കേടാ മച്ച. എന്തായാലും ഇത്രയും നാൾ വെള്ളമടിക്കുമ്പോ മാത്രമേ പാമ്പായിട്ടുള്ളൂ. ഇനി നീ അകത്ത് പോയി നാഗമാണിക്കൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് ഒറിജിനൽ പാമ്പായിട്ട് വാ. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അസി പതിവ് പോലെ ചളി ഇറക്കി. അവർ 4 പേരും നോക്കി നിൽക്കെ മൊബൈലിലെ ടോർച്ചും തെളിച്ചുകൊണ്ട് ആ പടികളിൽ കൂടി ഞാൻ ആദ്യം തുരങ്കത്തിലേക്ക് ഇറങ്ങി. പുറകെ ഗംഗയും. പടികളുടെ വശങ്ങളിൽ പിടിച്ച് സാവധാനം താഴേക്കിറങ്ങി ഞാൻ കാലുകുത്തിയത് മുട്ടൊപ്പം വെള്ളത്തിലായിരുന്നു. ഡോ, താഴെ കുഴപ്പമല്ലോ ഉണ്ടോടോ? മുകളിൽ നിന്നും വിളിച്ചു ചോദിച്ച അസിയുടെ ശബ്ദം ആ തുരങ്കത്തിലെ വശങ്ങളിൽ തട്ടി പല പ്രാവശ്യം പ്രതിധ്വനിച്ചു. ഇല്ലടോ, എല്ലാം ഓക്കെയാണ്. നിങ്ങൾ ആ തുരങ്കം അടച്ചേക്കൂ. ഗംഗയുടെ കൈപിടിച്ച് താഴേക്ക് ഇറക്കുന്നതിനിടയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. ഓക്കളിയോ, പോയിട്ടു വാ. അസി പറഞ്ഞതും കേട്ട് മുകളിലേക്ക് നോക്കി നിൽക്കെ ഞങ്ങൾക്ക് മുകളിൽ ആ തുരങ്ക കവാടം സാവധാനം അടഞ്ഞു. മൊബൈലിലെ ടോർച്ചും തെളിച്ചു പിടിച്ചുകൊണ്ട് മുട്ടറ്റം വെള്ളത്തിൽ ഞാനും ഗംഗയും ശ്രദ്ധയോടെ മുന്നോട്ട് ചുവടുകൾ വെച്ചു. തുരങ്കത്തിന്റെ വശങ്ങളിലുള്ള പാറയുടെ വിള്ളലുകളിൽ നിന്നും ചെറിയ ചാലുകൾ തീർത്ത് വെള്ളം താഴേക്ക് ഒഴുകി ഇറങ്ങുന്നു. മൊബൈലിലെ ടോർച്ചിന്റെ വെട്ടത്തിൽ കുറച്ചു ദൂരം മുൻപോട്ട് പോയപ്പോഴേക്കും താഴെയുള്ള വെള്ളം കുറഞ്ഞു തുടങ്ങി. അല്പം കൂടി മുന്നോട്ട് നടന്നപ്പോൾ വെള്ളമില്ലാതെ പാറകൾ മാത്രമായി താഴെ. കൂർന്നു നിൽക്കുന്ന പാറകൾക്കിടയിൽ കൂടെ ശ്രദ്ധയോടെ ചുവടുകൾ വെച്ച് ഞങ്ങൾ മുൻപോട്ട് നടന്നു. പാറകൾക്കിടയിൽ കൂടി മുന്നോട്ട് കുറെ നടന്ന ഞങ്ങൾ തറയിൽ പലകകൾ നിരത്തി വെച്ച് ഒരു പാലം പോലെ പണിതിരിക്കുന്ന ഒരു ഭാഗത്തെത്തി. ആ പലകയുടെ പാലത്തിലേക്ക് നോക്കി ഞാൻ അല്പം ഒന്ന് സംശയിച്ചു നിന്നപ്പോ പുറകിൽ നിന്നിരുന്ന ഗംഗ എന്നെ കടന്ന് ആ പലകയിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിച്ചു. അവൾ ആ പലകയിൽ കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ പുറകോട്ട് വലിച്ചു മാറ്റി. ചോദ്യഭാവത്തിൽ എന്നെ നോക്കി അവളെ ഞാൻ മുൻപിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. പലക അടിച്ചുണ്ടാക്കിയ ആ പാലത്തിനപ്പുറം ഇരുട്ടിൽ എന്തോ കിടക്കുന്നത് പോലെ. പോക്കറ്റിൽ നിന്നും ഒരു ലൈറ്റ് സ്റ്റിക്ക് എടുത്ത് ഞാൻ അതൊന്ന് ഒടിച്ചു മടക്കി. അതിനകത്ത് നിറച്ചിരുന്ന കെമിക്കലുകൾ യോജിച്ച് ആ സ്റ്റിക്കിൽ ലൈറ്റ് തെളിഞ്ഞു. അത് ഞാൻ ആ പലകയുടെ അപ്പുറത്ത് എന്തോ കിടക്കുന്നത് പോലെ തോന്നിയ സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു. ലൈറ്റ് സ്റ്റിക്ക് ചെന്ന് വീണ ഭാഗത്ത് ഇരുട്ടിനെ ചെറുതായി വകഞ്ഞു മാറ്റിയ പച്ച വെളിച്ചത്തിൽ പല കഷ്ണങ്ങളായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അസ്ഥികൂടമാണ് തെളിഞ്ഞു കണ്ടത്. ഞാൻ ഗംഗയെ തിരിഞ്ഞൊന്നു നോക്കി. അവൾ എന്റെ കൈകളിൽ മുറുക്കെ ഒന്ന് പിടിച്ചു. അവളെ പുറകിലേക്ക് മാറ്റി നിർത്തിയിട്ട് ശ്രദ്ധയോടെ ഞാൻ ആ പലകത്തട്ടിലേക്ക് കാലെടുത്ത് വെച്ചു. എന്തോ കറങ്ങുന്നത് പോലെ ഒരു മൂളൽ. അടുത്ത കാലെടുത്ത് മുന്നിലേക്ക് വെക്കാൻ പോയ ഞാൻ പെട്ടെന്ന് പുറകോട്ട് ചാടി മാറി. അടുത്ത നിമിഷം കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ താഴെ പലകകൾക്കിടയിലുള്ള ഒരു ചെറിയ വിടവിൽ നിന്നും വൃത്താകൃതിയിലുള്ള ഒരു പൽചക്രം കറങ്ങിക്കൊണ്ട് മുകളിലേക്കൊന്ന് ഉയർന്നു താണു. ആ കാഴ്ച കണ്ട് തുരങ്കത്തിനകത്തെ ചെറിയ വെളിച്ചത്തിൽ പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്ന് ഞങ്ങൾ കിതച്ചു. ആ ശബ്ദം ശ്രദ്ധിക്കാതെ ഞാൻ മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് വെച്ചിരുന്നെങ്കിൽ ആ പൽചക്രം എന്റെ ശരീരത്തെ 2ആയി കീറി മുറിച്ചു മാറ്റിയേനെ എന്ന ചിന്തയിൽ എന്റെ നട്ടെല്ലിൽ കൂടി ഒരു മരവിപ്പ് പാഞ്ഞു. രണ്ടാമതും ശ്രദ്ധയോടെ ആ പലകയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോയ എന്നെ ഗംഗ പുറകിൽ നിന്നും വലിച്ചു മാറ്റി. പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. അവളെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും ആ പലകയിലേക്ക് കാലെടുത്ത് വെച്ചു. ആ പൽചക്രം കറങ്ങുന്ന മൂളൽ വീണ്ടും ഞങ്ങൾ കേട്ടു. നേരത്തെ സംഭവിച്ചതുപോലെ അടുത്ത നിമിഷം ആ പൽചക്രം മുകളിലേക്ക് ഒന്ന് ഉയർന്നു താഴ്ന്നു. ആ ചക്രം താഴേക്ക് പോയ ഉടനെ ഞാൻ ആ പലകയുടെ അപ്പുറത്തേക്ക് എടുത്തു ചാടി. ദേവാ, ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ ശ്രദ്ധിച്ച് ആ പലകയിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പൽചക്രം മുകളിലേക്ക് വന്ന് താഴേക്ക് പോകുന്ന സമയം നീ ഇപ്പുറത്തേക്ക് ചാടണം. ഓക്കെ അല്ലേ? പലകയുടെ അങ്ങേവശത്ത് നിൽക്കുന്ന ഗംഗയോട് ഞാൻ വിളിച്ചു പറഞ്ഞു.
അവൾ തള്ളവിരൽ ഉയർത്തി റെഡി എന്ന ആംഗ്യം കാട്ടിയിട്ട് വലതുകാലെടുത്ത് പതുക്കെ പലകയിലേക്ക് വെച്ചു. ആ പൽചക്രം മുകളിലേക്ക് ഉയർന്നു താഴ്ന്ന നിമിഷം അവൾ പലകയുടെ ഇപ്പുറത്തേക്ക് ചാടി. എന്നാൽ നിലത്ത് കുത്തി അവളുടെ കാല് ചെറുതായി ഒന്ന് മടങ്ങി അവൾ കമഴ്ന്നടിച്ച് താഴേക്ക് വീണു. വീണുകിടന്ന അവളുടെ കാലുകൾ ആ പൽചക്രം വരുന്ന ഭാഗത്തേക്ക് നീണ്ടു കിടക്കുന്നത് കണ്ട് ഞാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവളുടെ കൈകളിൽ പിടിച്ച് അവിടെ നിന്നും വലിച്ചു മാറ്റി. അടുത്ത നിമിഷം ആ പൽചക്രം വീണ്ടും ഒരിക്കൽ കൂടി മുകളിലേക്ക് ഉയർന്നതാണ്. അവളെ അവിടെ നിന്നും വലിച്ചു മാറ്റാൻ അല്പം വൈകിയിരുന്നെങ്കിൽ അവളുടെ കാലുകൾ രണ്ടും മുറിഞ്ഞു മാറിയനെന്ന ചിന്തയിൽ വിറച്ചുപോയ ഞാൻ അവളെ പൊക്കിയെടുത്ത് എന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാകാതെ രണ്ട് കൈയും ഉയർത്തി വിജയിച്ചതുപോലെ ഒന്ന് ചാടിയിട്ട് അവൾ എന്നെ വട്ടം ചുറ്റിപ്പിടിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകളോടെ ഞാൻ അവളെ ചേർത്ത് പിടിച്ച് ആ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി. ആദ്യമൊന്ന് പകച്ച അവൾ അടുത്ത നിമിഷം ആവേശത്തോടെ എന്റെ ചുണ്ടുകളെ സ്വീകരിച്ചു. മത്സരിച്ച് ചുണ്ടുകൾ നുകർന്ന ഞങ്ങൾ അല്പസമയം കഴിഞ്ഞ് അകന്നു മാറി പരസ്പരം നോക്കി നിന്ന് ചിരിച്ചുകൊണ്ട് കിതച്ചു. കുറച്ചുനേരം അവളുടെ കണ്ണുകളിലെ തിരയിളക്കത്തിൽ മയങ്ങി നിന്ന ഞാൻ പതിയെ അവളുടെ കൈകളിൽ കോർത്തു പിടിച്ച് വീണ്ടും മുൻപിലേക്ക് നടന്നു. കുറെ കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ആ തുരങ്കം വലിയൊരു ഗുഹ പോലുള്ള ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് പോലെ നടുക്ക് കരിങ്കലുകൾ കൊണ്ട് ചതുരത്തിൽ ഒരു കെട്ട്, അതിന് നടുവിൽ ചുവന്ന എന്തോ ഒരു മഷി കൊണ്ട് ചതുരത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് അതിന് നടുക്ക് ചതുരത്തിലുള്ള ഒരു കുഴി പോലെയുണ്ട്. അതിനകത്ത് ചുറ്റിനും ഞങ്ങൾ ടോർച്ച് തെളിച്ചു നോക്കി. പക്ഷേ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഗുഹ പോലെ ഇരിക്കുന്ന ആ ഭാഗത്ത് ചുറ്റിനും കരിങ്കല് കെട്ടുകൊണ്ട് തീർത്ത ഭിത്തികൾ മാത്രം. അകത്തേക്ക് വന്ന തുരങ്കമല്ലാതെ അവിടെ നിന്നും പുറത്തേക്ക് പോകുവാൻ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദിലുകൾ പോലെയുള്ള ഏതെങ്കിലും ഭാഗമുണ്ടോ എന്ന് ഞാനും ഗംഗയും ആ ഭിത്തികളിൽ പരിശോധിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ആരും ഒരു നിമിഷം ദാ ഇതൊന്നും നോക്കി. ഗംഗ വിളിച്ചു പറയുന്നത് കേട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ആ കരിങ്കൽ കെട്ടിന്റെ ഒരു വശത്ത് താഴെയായി മുകളിലുള്ളതുപോലെ തന്നെ ചുവന്ന മഷി കൊണ്ട് ചതുരാകൃതിയിൽ ഒരു കല്ലിന്റെ മുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അത് പരിശോധിച്ചപ്പോ മുകളിൽ ചതുരത്തിലുള്ള ആ കുഴിയുടെ ഏകദേശം അതേ അളവിലുള്ളതാണ് ഈ പാറക്കഷ്ണമെന്ന് എനിക്ക് മനസ്സിലായി. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ പാറകഷ്ണത്തിൽ പിടിച്ച് ഞാൻ പതുക്കെ ഒന്ന് വലിച്ചു നോക്കി. അധികം പ്രയാസമില്ലാതെ അത് എന്റെ കൈകളിലേക്ക് ഊരിപ്പോന്നു. ആ കഷ്ണമെടുത്ത് ആ പാറക്കെട്ടിന് മുകളിൽ ചതുരാകൃതിയിലുള്ള കുഴിയിലേക്ക് ഞാൻ ഇറക്കാൻ ശ്രമിച്ചു. അളന്നു മുറിച്ചതുപോലെ കൃത്യമായി ആ പാറകഷ്ണം കുഴിക്കകത്തേക്ക് താഴ്ന്നു. താഴെ ചെന്ന് മുട്ടിയ കല്ലിന്റെ കുറച്ചു ഭാഗം ആ പാറക്കെട്ടിന്റെ നിരപ്പിൽ നിന്നും അല്പം മുകളിലേക്ക് ഉയർന്നു നിന്നിരുന്നു. അതിനു മുകളിൽ കൈകൾ വെച്ച് ശക്തമായി ഞാൻ താഴേക്ക് അമർത്തി നോക്കി. പതുക്കെ ആ കല്ല് താഴേക്ക് വീണ്ടും ഇരിക്കുവാൻ തുടങ്ങി. അതോടൊപ്പം പാറക്കഷ്ണങ്ങൾ ഇളകി മാറുന്ന വലിയൊരു ശബ്ദവും അവിടെ മുഴങ്ങി. വെള്ളം ഒഴുകുന്ന ശബ്ദം കേട്ട് നോക്കിയ ഞങ്ങൾ കണ്ടത് ഇരുവശത്തേക്കും അകന്നു മാറുന്ന വലിയ പാറകൾക്കിടയിലൂടെ മലവെള്ളപ്പാച്ചിൽ പോലെ അകത്തേക്ക് ശക്തിയിൽ വെള്ളം ഒഴുകി കുതിച്ചു കയറുന്നതായിരുന്നു. ആ തുരങ്കത്തിനകത്തേക്ക് വല്ലാത്തൊരു ഹുങ്കാരത്തോടെ ഒഴുകിയെത്തുന്ന വെള്ളപ്പാച്ചിലിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ പകച്ചു നിന്നു. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്